എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ലോക്കൽ ട്രെയിൻസിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണയായി കേൾക്കുന്ന അനൗൺസ്മെൻറ്റ്സിനെ കുറിച്ചും ലോക്കൽ ട്രെയിൻസിനകത്ത് നമ്മൾ കേൾക്കുന്ന അനൗൺസ്മെൻറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ? प्लॅटफॉर्म क्रमांक 1 वर येणारी लोकल 8 वाजून 15 मिनिटांची दादरला जाणारी ജലദ് ലോക്കൽ आहे. ഇതുപോലത്തെ അനൗൺസ്മെൻറ്റ്സ് നമ്മളിൽ മിക്കവരും ദിവസവും കേൾക്കുന്നതാണ് അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്രമാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ എന്നാണ് അർത്ഥം. പ്ലാറ്റ്ഫോം ക്രമാങ്ക് പ്ലാറ്റ്ഫോം നമ്പർ. ഏക് വർ ഒന്നിൽ. ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന്. ഏക് വർ ഒന്നിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ. ഏണാരി എന്ന് പറഞ്ഞാൽ വരുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ ഏണാരി ലോക്കൽ, വരുന്ന ലോക്കൽ ട്രെയിൻ. ഓക്കെ, അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ വരുന്ന ലോക്കൽ ട്രെയിൻ 8 വാസൂൻ. 8 എന്ന് പറഞ്ഞാൽ 8. 8 വാസൂൻ എന്ന് പറഞ്ഞാൽ 8 മണി കഴിഞ്ഞ്. 15 എന്ന് പറഞ്ഞാൽ 15. 15 മിനിറ്റാഞ്ചി എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൻ്റെ. 8 മണി കഴിഞ്ഞ് 15 മിനിറ്റിൻ്റെ. ദാദർല. ദാദർ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ്. ദാദർല ദാദറിലേക്ക്. ജാണാരി എന്ന് പറഞ്ഞാൽ പോകുന്ന. ജലദ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്. ജലദ് ലോക്കൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലോക്കൽ ട്രെയിൻ. आहे ആണ്. അപ്പോൾ प्लॅटफॉर्म क्रमांक 1 वर येणारी लोकल 8 वाजून 15 मिनिटांची दादरला जाणारी ജലദ് ലോക്കൽ आहे എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്ന ട്രെയിൻ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റിൻ്റെ ദാദറിലേക്ക് പോകുന്ന ഫാസ്റ്റ് ട്രെയിൻ ആണ് എന്നാണ് അർത്ഥം. ही लोकल കല്യാൺപര്യന്ത സർവ സ്ഥാനക്കാൻവർ താമ്പേൽ. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഹി ലോക്കൽ. ഹി എന്ന് പറഞ്ഞാൽ ഈ, ഇത്. ഹി ലോക്കൽ ഈ ട്രെയിൻ. കല്യാൺ പര്യന്ത്. കല്യാൺ ഒരു സ്റ്റേഷനാണ്. കല്യാൺ പര്യന്ത്. പര്യന്ത് എന്ന് പറഞ്ഞാൽ വരെ. കല്യാൺ പര്യന്ത് കല്യാൺ വരെ. സർവ് എല്ലാ. സർവ് എന്ന് പറഞ്ഞാൽ എല്ലാം. സ്ഥാനക്കാൻവർ. സ്ഥാനക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ. സ്ഥാനക്കാൻവർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനുകളിൽ. താമ്പേൽ എന്ന് പറഞ്ഞാൽ നിൽക്കും. നമ്മൾ ആക്ഷൻ വേർഡ്സിൽ പഠിച്ചില്ലേ, താമ്പണേ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കും എന്ന് പറയാൻ താമ്പേൽ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഈ അനൗൺസ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? ഹി ലോക്കൽ കല്യാൺ പര്യന്ത് സർവ സ്ഥാനക്കാൻവർ താമ്പേൽ. ഈ ലോക്കൽ ട്രെയിൻ കല്യാൺ വരെ എല്ലാ സ്റ്റേഷനുകളിൽ നിൽക്കും. പുढे डोंबिवली, ठाणे, घाटकोपर, कुर्ला या സ്ഥാനക്കാൻവർ താമ്പേൽ. അർത്ഥം നോക്കാം. പുढे എന്ന് പറഞ്ഞാൽ പിന്നീട്. യാ എന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ എന്നീ. സ്ഥാനക്കാൻവർ സ്റ്റേഷനുകളിൽ. താമ്പേൽ നിൽക്കും. അപ്പോൾ അനൗൺസ്മെൻറ്റ് എങ്ങനെയായിരുന്നു? पुढे डोंबिवली, ठाणे, घाटकोपर, कुर्ला या സ്ഥാനക്കാൻവർ താമ്പേൽ. പിന്നീട് ഡോംബിവിലി, ഥാനെ, ഘാട്ട്കോപ്പർ, കുർല എന്നീ സ്റ്റേഷനുകളിൽ നിൽക്കും. प्लॅटफॉर्म क्रमांक 2 वर येणारी लोकल 7 वाजून 12 मिनिटांची दादरला जाणारी धीमी लोकൽ आहे. ഇതും മുമ്പ് പറഞ്ഞ അതേ അനൗൺസ്മെൻറ്റ് പോലെ തന്നെയാണ്. അതിൽ ജലദായിരുന്നു, ഫാസ്റ്റ് ലോക്കലിനെ പറ്റിയിട്ടായിരുന്നു. ഇത് ധീമി ലോക്കൽ അഥവാ സ്ലോ ലോക്കലിനെ പറ്റിയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോം ക്രമാങ്ക് 2 वर येणारी 7 वाजून. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 7. 7 വാസൂൻ 7 മണി കഴിഞ്ഞ്. 12 മിനിറ്റാഞ്ചി. 12 പറഞ്ഞാൽ 12. 12 മിനിറ്റാഞ്ചി എന്ന് പറഞ്ഞാൽ 12 മിനിറ്റിൻ്റെ. ദാദർല ജാണാരി. ദാദറിലേക്ക് പോകുന്ന. ധീമി ലോക്കൽ. സ്ലോ എന്ന് പറയാൻ ധീമി എന്നാണ് പറയണത്. ധീമി ലോക്കൽ സ്ലോ ലോക്കൽ ട്രെയിൻ ആണ്.
അപ്പോൾ प्लॅटफॉर्म क्रमांक 2वर येणारी 7:12 दादरला जाणारी धीमी ലോക്കൽ आहे എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 2ൽ വരുന്ന ലോക്കൽ ട്രെയിൻ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റിൻ്റെ ദാദറിലേക്ക് പോകുന്ന സ്ലോ ട്രെയിൻ ആണ് എന്നാണ് അർത്ഥം. ही लोकल सर्व स्थानकांवर थांबेल. ഇതിൻ്റെ അർത്ഥം എന്താണ്? ही लोकल ഈ ട്രെയിൻ സർവ എല്ലാ സ്ഥാനക്കാൻവർ സ്റ്റേഷനുകളിൽ താമ്പേൽ നിൽക്കും. സ്ലോ ട്രെയിൻ ആയതുകൊണ്ട് ഈ ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിൽക്കും അല്ലേ? അപ്പോൾ ഹി ലോക്കൽ സർവ സ്ഥാനക്കാൻവർ താമ്പേൽ എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ ട്രെയിൻ എല്ലാ സ്റ്റേഷനുകളിലും നിൽക്കും എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ട്രെയിനിനകത്ത് സാധാരണയായി കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. കൃപയ ചാൽത്യാ ഗാഡീത്തൂൻ ബാഹിർ ഡോക്കാവൂ നയേ. അർത്ഥം നോക്കാം. കൃപയ എന്ന് പറഞ്ഞാൽ ദയവായി, ചാൽത്യ എന്ന് പറഞ്ഞാൽ ഓടുന്ന, ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടി, ഗാഡീത്തൂൻ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന്, ബാഹേർ പുറത്ത്, ഇവിടെ പുറത്തേക്ക് എന്നാണ് അർത്ഥം. ഡോക്കാവൂ നയെ, ഡോക്കാവണേ എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക എന്നാണ് അർത്ഥം. ഡോക്കാവൂ നയെ, നയെ എന്ന വാക്ക് അരുത് എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഡോക്കാവൂ നയെ എന്ന് പറഞ്ഞാൽ എത്തി നോക്കരുത്, തല പുറത്തേക്കിട്ട് എത്തി നോക്കരുത്. ഡോക്ക എന്ന് പറഞ്ഞാൽ തല എന്നാണ് അർത്ഥം. ഡോക്കാവണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പുറത്തേക്കിട്ട് എത്തി നോക്കുക എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ ഡോക്കാവൂ നയെ, എത്തി നോക്കരുത്. കൃപയ ചാൽത്യാ ഗാഡീത്തൂൻ ബാഹിർ ഡോക്കാവൂ നയെ, ദയവായി ഓടുന്ന വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കരുത്. വേറൊന്ന് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് ഇതാണ്. गाडी मध्ये चढताना उतरताना आणि प्रवास करताना तुमच्या मोबाईल आणि मूल्यवान वस्तूंवर लक्ष द्या. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. ഗാഡി മധ്യേ, ഗാഡി വണ്ടി, ഗാഡി മധ്യേ വണ്ടിയിൽ, ചടുത്താന്ന ചടണേ കയറുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. ചടുത്താന്ന കയറുമ്പോൾ, ഉത്തർത്താന്ന ഉത്തർണേ ഇറങ്ങുക, ഉത്തർത്താന്ന ഇറങ്ങുമ്പോൾ, ആണി എന്നത് ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയില്ലേ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറാഠി വാക്കാണ് ആണി. പ്രവാസ് കർത്താന്ന, പ്രവാസ് എന്ന് പറഞ്ഞാൽ യാത്ര, കർത്താന്ന കർണേ ചെയ്യുക, കർത്താന്ന ചെയ്യുമ്പോൾ, പ്രവാസ് കർത്താന്ന യാത്ര ചെയ്യുമ്പോൾ. തുംച്യ നിങ്ങളുടെ, മൂല്യവാൻ വിലപിടിപ്പുള്ള, വസ്തൂൻവർ വസ്തു എന്ന് പറഞ്ഞാൽ മലയാളത്തിലും വസ്തു എന്ന് തന്നെയാണ്. വസ്തൂൻവർ വസ്തുക്കളെ, വസ്തുക്കൾ. ലക്ഷദ്യ ശ്രദ്ധിക്കൂ, ലക്ഷദ്യ ശ്രദ്ധിക്കൂ. അപ്പോൾ गाडीमध्ये चढताना उतरताना आणि प्रवास करताना तुमच्या मूल्यवान वस्तूंवर लक्ष द्या. तुमच्या मोबाईल आणि മൂല്യവാൻ വസ്തുൻവർ ലക്ഷ ദ്യ എന്നാണ്. അപ്പോൾ തുംച്യ മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈലും, ആണി ആൻഡ് മൊബൈലും, മൂല്യവാൻ വസ്തുൻവർ വിലപിടിപ്പുള്ള വസ്തുക്കളെ ശ്രദ്ധിക്കൂ എന്നാണ് അർത്ഥം. വണ്ടിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നിങ്ങളുടെ മൊബൈലും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ശ്രദ്ധിക്കൂ എന്നാണ് ഈ അനൗൺസ്മെൻറ്റിൻ്റെ അർത്ഥം. അടുത്തത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. കൃപയ ഗാഡീത്തൂൻ ഉതർത്താന്ന गाडीचे पायदान वा प्लॅटफॉर्ममधील अंतरावर लक्ष द्या. അർത്ഥം നോക്കാം. കൃപയ ദയവായി, ഗാഡീത്തൂൻ വണ്ടിയിൽ നിന്ന്, ഉതർത്താന്ന ഇറങ്ങുമ്പോൾ, ഗാഡീച്ചെ വണ്ടിയുടെ. ഈ വാക്കുകളെല്ലാം നേരത്തെ നമ്മൾ നോക്കിയതാണ്, അതുകൊണ്ടാണ് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. പായ്ദാൻ ഫുട്ബോർഡ്, വണ്ടിയുടെ അറ്റത്ത് ആ ഡോറിൻ്റെ അവിടെയുള്ള ആ സ്ഥലമാണ് പായ്ദാൻ ഫുട്ബോർഡ്. വ ആൻഡ്, ആണി എന്ന് പറഞ്ഞാലും ആൻഡ് എന്നാണ് അർത്ഥം, വ എന്ന് പറഞ്ഞാലും ആൻഡ് എന്നാണ് അർത്ഥം. പ്ലാറ്റ്ഫോം മധിയിൽ, പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ ഫുട്ബോർഡും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയ്ക്കുള്ള. അന്തരാവർ, അന്തർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്നാണ് അർത്ഥം. അന്തരാവർ ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഗ്യാപ്പിനെ
लक्ष द्या श्रद्धिकू. അപ്പോൾ कृपया गाडीतून उतरताना गाडीचे पायदान व प्लॅटफॉर्ममधील अंतरावर लक्ष द्या. ഈ അനൗൺസ്മെൻറ്റിൻ്റെ അർത്ഥം ദയവായി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടിയുടെ ഫുട്ബോർഡും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള അല്ലെങ്കിൽ വണ്ടിയുടെ ഫുട്ബോർഡിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് ശ്രദ്ധിക്കൂ. എന്താ അവരങ്ങനെ പറയണമെന്ന് വെച്ചാൽ ചില റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിൻ്റെയും ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ അനൗൺസ്മെൻറ്റ് പറയുന്നത് എപ്പോഴും ദയവായി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടിയുടെ ഫുട്ബോർഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെയും ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസ് ശ്രദ്ധിച്ച് ഇറങ്ങൂ എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറൊരു അനൗൺസ്മെൻറ്റ് ട്രെയിനിനകത്ത് കേൾക്കുന്നതാണ്. പുഡീൽ സ്റ്റേഷൻ അന്ധേരി. പുഡീൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ അന്ധേരി. ഇത് നമ്മൾ ട്രെയിൻ കാത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് സാധാരണ കേൾക്കുന്ന ഒരു അനൗൺസ്മെൻ്റാണ്. प्लॅटफॉर्म क्रमांक 1च्या किनाऱ्यापासून दूर उभे रहा. एक जलद गाडी जाणार आहे. ഇതിൻ്റെ അർത്ഥം നോക്കാം. പ്ലാറ്റ്ഫോം ക്രമാങ്ക് നമുക്കറിയാം എന്താർത്ഥം. പ്ലാറ്റ്ഫോം നമ്പർ 1 1च्या ഒന്നിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ കിനാര്യാപാസൂൻ. കിനാര എന്ന് പറഞ്ഞാൽ അറ്റത്ത്, തെറ്റത്ത്, വക്കത്ത് എന്നൊക്കെ പറയുന്നതാണ് കിനാര. കിനാര്യാപാസൂൻ എന്ന് പറഞ്ഞാൽ അറ്റത്ത് നിന്നും, ദൂർ ദൂരെ, ഉഭേരഹ നിൽക്കൂ, ഉഭേരാഹണെ നിൽക്കുക നമ്മൾ പഠിച്ചതാണ്. ഉഭേരഹ നിൽക്കൂ. ഏക് ജലദ് ഗാഡി. ഇവിടെ ഏക് എന്നുള്ളത് ഒരു എന്നർത്ഥത്തിലാണ്. ജലദ് ഫാസ്റ്റ്, ഗാഡി ട്രെയിൻ, ഒരു ഫാസ്റ്റ് ട്രെയിൻ. ജാണാർ ആഹേ പോകും അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. ജാണേ പോവുക, ജാണാർ ആഹേ പോകും. അപ്പോൾ प्लॅटफॉर्म क्रमांक 1च्या किनाऱ्यापासून दूर उभे रहा. एक जलद गाडी जाणार आहे. പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ അറ്റത്തു നിന്നും ദൂരെ നിൽക്കൂ, ഒരു ഫാസ്റ്റ് ട്രെയിൻ പോകും അഥവാ പോകുന്നുണ്ട്. മറ്റൊന്ന് കൊണീഹി റെയിൽവേ ലൈൻ ഓലാണ്ടു നക്ക. ഇതിൻ്റെ അർത്ഥം കൊണീഹി എന്ന് പറഞ്ഞാൽ ആരും തന്നെ. ഓലാണ്ടു നക്ക. നക്ക ഞാൻ പറഞ്ഞു, നക്ക നയേ എന്നുള്ളതൊക്കെ അരുത് എന്നർത്ഥത്തിലാണ് നക്ക നയേ എന്ന വാക്കുകൾ വരിക. ഓലാണ്ടിനെ ക്രോസ് ചെയ്യുക. ഓലാണ്ടു നക്ക ക്രോസ് ചെയ്യരുത്. കൊണീഹി റെയിൽവേ ലൈൻ ഓലാണ്ടു നക്ക എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് ട്രെയിൻ പോവുകയാണ്. ഇപ്പോൾ ആരും തന്നെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യരുത്. കൊണീഹി റെയിൽവേ ലൈൻ ഓലാണ്ടു നക്ക, ആരും തന്നെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യരുത്. ഇന്ന് നമ്മൾ ഇവിടെ നോക്കിയ ഈ അനൗൺസ്മെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങളിൽ പലരും പലപ്പോഴായി കേട്ടിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ എല്ലാം അർത്ഥവും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇൻ ജനറൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. എന്താണെന്ന് വെച്ചാൽ മറാഠിയുടെ കൂടെ അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അനൗൺസ് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഞാനിതൊരു ക്ലാസ്സായിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുകയാണല്ലോ. മറാഠി വാക്കിൻ്റെ പുതിയ വാക്കുകൾ ഇതിൽ നമ്മൾ കണ്ടു ഇന്ന് അല്ലേ. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അർത്ഥവും മനസ്സിലാക്കി. അപ്പോൾ പുതിയ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ ഒരു രസകരമായ രീതിയിൽ പഠിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നത്തെയും പോലെ നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവും എനിക്ക് ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. Until we see next time, happy living guys.